കഴിഞ്ഞ ദിവസം വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, പക്ഷെങ്കിലും ചില കാര്യങ്ങളിൽ എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഒരു ദിവസം കഴിഞ്ഞിട്ട് പോലും ഞാൻ ഈ ടോപ്പിക്കിൽ വീഡിയോ എടുക്കുന്നത്. അത് വന്ദേ മാതരം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശമനുസരിച്ച് മുഴുവനായും പാടണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിക്ക് അയച്ചിട്ടുള്ള കത്ത് പുറത്തായിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഒരുപക്ഷെ പ്രേക്ഷകരൊക്കെ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. ആ കത്തിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശമനുസരിച്ച് വന്ദേ മാതരത്തിൻ്റെ 2 സ്റ്റാൻസുകളാണ് സാധാരണ പാടിക്കൊണ്ടിരുന്നത്. അത് പോരാ, മുഴുവനായും തന്നെ അത് പാടണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണ് എന്നുള്ളത് ചോദിച്ചാൽ ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടിനെതിരാണ് എന്നുള്ളതാണ്. ഇപ്പോൾ വന്ദേ മാതരം പാടിയാലും മുഴുവൻ പാടിയാലും ഇനി കുറച്ച് പാടിയാലും ഒന്നും പ്രശ്നമില്ല. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇത് കോൺഗ്രസിൻ്റെ നിലപാടിനെതിരാണ് എന്നുള്ളതാണ്. രണ്ടാമത്തേത് മുസ്ലിം ലീഗിൻ്റെയും നിലപാടിനെതിരാണ് എന്നുള്ളതാണ്. അതായത് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രഖ്യാപിത നിലപാടുകൾക്കെതിരായിട്ടുള്ള ഒരു കാര്യം കൂടി, നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി സതീശ സർക്കാർ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ചുരുക്കം. ഇതിൽ യഥാർത്ഥത്തിൽ ഇന്നൊരു പുതിയ ഡെവലപ്മെൻറ്റ് കൂടി നടന്നിട്ടുണ്ട്. കാരണം വിജയുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ ഏകകണ്ഠമായി അവർ വന്ദേ മാതരം മുഴുവൻ പാടുന്നതിനെതിരെ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അതായത് വിജയ് പോലും ഇത്തരത്തിലുള്ള നടപടികളുമായി പോകുമ്പോഴാണ് സംഘപരിവാറിൻ്റെ നയങ്ങൾ സംഘപരിവാറിനേക്കാൾ കൂറോടുകൂടി ഞങ്ങളിവിടെ നടപ്പിലാക്കുമെന്ന് സതീശ മേനോൻ സർക്കാർ പ്രഖ്യാപിക്കുന്നത്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് 1937 കോൺഗ്രസിൻ്റെ കൽക്കട്ട കോൺഫറൻസ് ഉണ്ടായിരുന്നു, സമ്മേളനം ഉണ്ടായിരുന്നു. ആ സമ്മേളനത്തിൽ അന്ന് നെഹ്റുവും അതുപോലെ തന്നെ മറ്റ് പ്രമുഖരായിട്ടുള്ള നേതാക്കളും കൂടി എടുത്ത തീരുമാനം ഇതിൻ്റെ 2 സ്റ്റാൻസകൾ മാത്രം പാടിയാൽ മതി എന്നുള്ളതാണ്. ഞാനിപ്പോൾ അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും കടക്കുന്നില്ല. നമുക്കറിയാം ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൽ വന്നു. അതിനു മുമ്പ് തന്നെ ഇത് യഥാർത്ഥത്തിൽ എഴുതപ്പെട്ടിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതിൽ രവീന്ദ്രനാഥ ടാഗോർ അടക്കമുള്ള ആളുകൾ ആദ്യം പാടിയെങ്കിൽ പോലും പിന്നീട് ഇതിൻ്റെ ചില വരികൾ ഒഴിവാക്കാമെന്ന് പറഞ്ഞു. ഒഴിവാക്കുന്നതിൻ്റെ കാരണം ഭാരതത്തിലെ ചില കാര്യങ്ങളെ കൃത്യമായിട്ട് നമ്മുടെ ഹിന്ദു ദേവതകളുമായിട്ട് സാമ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഉപമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ചില ആളുകൾക്ക്, ചില മതത്തിൽപ്പെട്ട ആളുകൾക്കെങ്കിലും അത് പാടുന്നതിന് അവരുടെ ബഹുദൈവ ആരാധനയ്ക്ക് അവരെതിരായതുകൊണ്ട് അത് ചിലപ്പോൾ ബുദ്ധിമുട്ടാകും എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മതേതരത്വം നിലനിൽക്കാൻ വേണ്ടി, ശ്രദ്ധിക്കണം നിങ്ങൾ, മതേതരത്വം നിലനിൽക്കാനും നാനാത്വത്തിൽ ഏകത്വം നിലനിർത്താനും വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളാനും വേണ്ടി കോൺഗ്രസ് എടുത്തിട്ടുള്ള തീരുമാനമാണ് 1950 ആദ്യത്തെ 2 സ്റ്റാൻസുകൾ പാടിയാൽ മതി എന്നുള്ളത് ഔദ്യോഗികമായി തന്നെ നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ പിന്നീട് ആ നിലപാടിൽ നിന്ന് പിന്നോക്കം വന്നിട്ടില്ല കോൺഗ്രസ് ഒരിക്കലും എന്നുള്ളത് മാത്രമല്ല, കോൺഗ്രസ് ഇപ്പോഴും അതിൽ അടിയുറച്ച് നിൽക്കുകയാണ്. അങ്ങനെ അടിയുറച്ച് നിൽക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു നിർദ്ദേശം വന്നു. കേന്ദ്ര ഗവൺമെൻറ് ഒരു നിർദ്ദേശം വന്ദേ മാതരം നിർബന്ധമായും ആലപിക്കണം, പാടണം എന്നുള്ളതല്ല, നിങ്ങൾ പാടുകയാണെങ്കിൽ അത് മുഴുവനായും തന്നെ പാടണം എന്ന് പറയുന്ന ഒരു നിർദ്ദേശം വന്നു. ആ നിർദ്ദേശം വന്നെങ്കിൽ പോലും അതനുസരിച്ചില്ലെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് നിലവിലുള്ളത്. കാരണം അതൊരു നിർദ്ദേശം മാത്രമാണ്, ഉത്തരവല്ല. പക്ഷേ അങ്ങനെ ഒരു നിർദ്ദേശം നിലനിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ മറ്റ് സംസ്ഥാനങ്ങളൊന്നും കാണിക്കാത്ത താല്പര്യത്തോടുകൂടി കേരളത്തിലെ ഗവൺമെൻറ്, അതായത് കേരളത്തിലിപ്പോൾ ഭരിക്കുന്നത് ഒരു BJP ഗവൺമെൻറ്റാണ്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം. ആ BJP ഗവൺമെൻറ്, അതായത് സതീശൻ സർക്കാർ എന്ന് പറയുന്നത് BJP ഗവൺമെൻറ്, യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഗവൺമെൻറ്റാണ് നമ്മൾ വിചാരിക്കുന്നത്, പക്ഷേ അങ്ങനെയല്ല, BJP ഗവൺമെൻറ്റാണ്. അദ്ദേഹം വളരെ താല്പര്യത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ചീഫ് സെക്രട്ടറി ഈ പറയുന്ന ഒരു നിർദ്ദേശം യഥാർത്ഥത്തിൽ കൊടുത്തിരിക്കുന്നു. അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, യഥാർത്ഥത്തിൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് കൂടി തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. മുസ്ലിം ലീഗിൻ്റെ N ഷംസുദ്ദീൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന് പറയുന്ന നിർദ്ദേശം പുറത്തു വന്നത്, ഇത് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്, വെർബാറ്റമാണ്. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന നിർദ്ദേശം പുറത്തു വന്നത് രാജ്ഭവനിൽ നിന്നാണ്, അതായത് ലോക് ഭവനിൽ നിന്നാണ്, ഗവർണറുടെ ഓഫീസിൽ നിന്നാണ്. ആ ലോക് ഭവൻ നൽകിയിട്ടുള്ള നിർദ്ദേശം കൈമാറുക മാത്രമാണ് സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ളത്, അതല്ലാതെ സർക്കാരിൻ്റെ സ്വന്തം ഉത്തരവല്ലെന്നാണ് മന്ത്രി പറഞ്ഞേക്കണത്. എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ അപഹാസ്യമായിട്ടുള്ള ഒരു നിലപാടെടുക്കാനില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഭരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ, മാൻഡേറ്റ്, ജനങ്ങളുടെ വിധി മുഖ്യമന്ത്രിയല്ലേ തിരഞ്ഞെടുത്തത്. പക്ഷേ ആ മുഖ്യമന്ത്രിയും അതുപോലെ ഷംസുദ്ദീനും പറയുന്നത് ഇത് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ്. ഗവർണറുടെ നിർദ്ദേശം അതുപടി അനുസരിക്കാനും അതങ്ങനെ തന്നെ കൊടുക്കാനും അല്ലല്ലോ ഇവിടെ ഗവൺമെൻറ് ഇരിക്കുന്നത്. നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ നടപ്പിലാക്കാനുള്ള വോട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് തന്നത്, പക്ഷെ നിങ്ങളത് ചെയ്തില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ സംഘപരിവാറിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നു. ഇതിന് ശേഷം യഥാർത്ഥത്തിൽ ഗവർണറുടെ ലോക് ഭവൻ കൂടി അത് നിഷേധിച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു നിർദ്ദേശവും കൊടുത്തിട്ടില്ല എന്നുള്ളത് കൂടിയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എത്രമാത്രം അപഹാസ്യമായിരിക്കുന്നു ഇതെന്നുള്ള നിലപാട് നിങ്ങൾ അറിയണം. പക്ഷേ ഇതിൽ നമുക്ക് ഞെട്ടാനൊന്നുമില്ല.
കാരണം ഏതാണ്ട് കഴിഞ്ഞ 84 ദിവസങ്ങളായി 15ഓളം വരുന്ന കാര്യങ്ങളിൽ ഇതുപോലെ വലിയ തോതിൽ സംഘപരിവാറിൻ്റെ നയങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സംസ്ഥാന സർക്കാരായി വി ഡി സതീശൻ ഗവൺമെൻറ് മാറിയിരിക്കുന്നു എന്നുള്ളതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. അതിലൊന്നാണ് പി എം ശ്രീയുടെ കാര്യത്തിൽ നമുക്കറിയാം 2 കേന്ദ്രമന്ത്രിമാർ ഇത് നടപ്പാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, സംസ്ഥാന സർക്കാരിന് പിന്മാറാമെന്ന് പറഞ്ഞിട്ട് പി എം ശ്രീ നടപ്പാക്കാൻ അവർ തീരുമാനിക്കുന്നു. രണ്ടാമത്തേത് ഞാനിപ്പോൾ പറഞ്ഞ വന്ദേമാതരമാണ്. മൂന്നാമത്തേത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ലൈഫ് മിഷൻ്റെ വീടുകളിൽ നരേന്ദ്രമോദിയുടെ പടം വെച്ചാൽ എന്ന് ചോദിച്ചത് കെ എം ഷാജിയാണ്. നാലാമത്തത് ലേബർ കോഡുമായി ബന്ധപ്പെട്ട് തൊഴിലാളി സംഘടനകൾക്കെതിരായി കേന്ദ്ര ഗവൺമെൻറ് പാസാക്കിയ ലേബർ കോഡുകൾ ഇവിടെ നടപ്പാക്കാൻ വേണ്ടി മുൻകൈ എടുത്തിരിക്കുന്നു. അഞ്ചാമത്തെ കാര്യം, ക്ഷേമ പെൻഷൻ വീടുകളിൽ കൊടുക്കുന്നതിനെതിരെ, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം. ഇവിടെ ഒരു കാര്യം കൂടി പറയട്ടെ, ഈ ക്ഷേമ പെൻഷനുകൾ ബാങ്ക് വഴിയാക്കാൻ തീരുമാനിച്ചപ്പോൾ ആ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അത് കൃത്യമായി പറഞ്ഞേക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ആ രീതികൾ പിന്തുടർന്നുകൊണ്ട് ക്ഷേമ പെൻഷനുകൾ വീടുകളിൽ എത്തിക്കൊടുക്കുന്ന പദ്ധതി ഒഴിവാക്കുന്നു, പകരം ബാങ്കുകളിലൂടെ കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഇവിടെ നിങ്ങൾ ഓർക്കണം, ബാങ്കുകളിലൂടെ കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മുടെ ഗ്യാസിൻ്റെ സബ്സിഡി ഇതുപോലെ ബാങ്കുകളിലൂടെ തരാമെന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ മുഴുവൻ പണവും മുടക്കും, എന്നിട്ട് സബ്സിഡി ബാങ്കുകളിലൂടെ തരാമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പം എന്താണ് അവസ്ഥയെന്നറിയാം. കാരണം ഇത് പതുക്കെ ഇല്ലാതാക്കാനുള്ള പദ്ധതിയാണ്. ഇതേപോലെ ഈ പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ തന്നെ കൃത്യമായി ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന കേന്ദ്രത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് കൃത്യമായിട്ട് ഇത് നടപ്പിലാക്കുന്നത് എന്നുള്ളത് നമുക്കറിയണം. ഏറ്റവും ഒടുവിൽ കാസർഗോഡിലുള്ള ഗവൺമെൻറ്റിൻ്റെ ക്വിസ് കോമ്പറ്റീഷൻ നമുക്കറിയാം. അതിൽ ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നത് ആരാണ്? അത് വി ഡി സവർക്കറാണ് എന്ന് പറയുന്ന ചോദ്യം എങ്ങനെ വന്നു ഈ ഗവൺമെൻറ് കാലത്തെന്നറിയാം. ഇതുകൂടാതെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം, രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ വലിയ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം ധർമ്മേന്ദ്ര പ്രധാൻ മാറിയിട്ടും പ്രഹ്ലാദ് ജോഷി വന്നാലും ഇതിൽ വ്യത്യാസമൊന്നുമില്ല. കാരണം RSS ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൽ പിടിമുറക്കിയിരിക്കുന്നു, ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ പിടിമുറക്കിയിരിക്കുന്നു. ആ യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർമാരെ തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലെ എല്ലാ അപ്പോയിൻമെൻറ്റുകളും, സെനറ്റിലേക്കുള്ളതും സിൻഡിക്കേറ്റിലേക്കുള്ളതും വൈസ് ചാൻസലർമാർ മൗദൂദ് അടക്കമുള്ള ആളുകളുടെ അപ്പോയിൻമെൻറ്റുകളടക്കം എല്ലാം തന്നെ ഗവർണർ തീരുമാനിക്കുന്നു എന്ന് മാത്രമല്ല, ആ ഗവർണറോട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാനില്ല, ഞങ്ങൾക്ക് എതിരിടാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കീഴടങ്ങുന്ന റോജി എം ജോൺ എന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെയും കാണുന്നു. ഇതുകൂടാതെ RSSൻ്റെയും മോഹൻ ഭഗവതിൻ്റെയും ഒക്കെ ചടങ്ങിൽ VC-മാർ പങ്കെടുത്ത കാര്യം നിങ്ങൾ ഓർക്കണം. ഇതിനെല്ലാറ്റിനും ഉപരിയായി തിരുവനന്തപുരം കോർപ്പറേഷൻ നിലനിർത്തുന്നതിന് വേണ്ടി അതിൽ R സുഗതന് സംരക്ഷണം കൊടുത്തത് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് ആലോചിക്കണം. അതിൻ്റെ പുറത്ത് ഇപ്പോൾ അരുണിമ എന്ന് പറയുന്ന ഒരു അണ്ടർ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും വളരെ കൃത്യമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിൽ നിന്നും എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഏറ്റവും ഒടുവിൽ ആഭ്യന്തര വകുപ്പിൻ്റെ തന്നെ നടപടിക്രമങ്ങൾ പാലിക്കാതെ നമ്മുടെ TG മോഹൻദാസിന് ജാമ്യം കൊടുക്കുന്നതിനുള്ള സൗകര്യമൊരുക്കിയതടക്കം യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വന്ദേ മാതരം പാടിച്ചാലും നമ്മൾ അത്ഭുതപ്പെടേണ്ട. പക്ഷെ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള സംസ്ഥാനത്ത് വിജയ് കൃത്യമായി ഒരു പ്രമേയത്തിലൂടെ പാസ്സാക്കിയിരിക്കുന്നു. ഞങ്ങളത് നടപ്പാക്കില്ല എന്ന് പറയുന്നു. കൂടാതെ തമിഴ്നാട്ടിലെ ഗാനം അതായിരിക്കും ഏറ്റവും ആദ്യം ആലപിക്കുക എന്ന് പറയുന്ന ഒരു നിലപാട് കൂടി എടുത്തിരിക്കുന്നു. ഇങ്ങനെ പ്രതിരോധം തീർക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ പോലും ഒരു ചെറുവിരൽ കൊണ്ട് പോലും ഒരു പ്രതിരോധം തീർക്കാതെ കീഴടങ്ങുന്ന BJP സർക്കാരായി കേരളത്തിലെ ഗവൺമെൻറ് മാറിയിരിക്കുന്നു. നിലപാടുകളില്ലാത്ത, യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയെയും അദ്ദേഹത്തെ പോലും വിലവെക്കാത്ത ഒരു ഗവൺമെൻറ്റായി ഇത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.